മക്കളെ, അപ്പോൾ എല്ലാവരും ഇപ്പോൾ എക്സാം ഒക്കെ ആവാനായിട്ട് ടെൻഷനിലൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ടൈം ടേബിൾ വന്നു കഴിഞ്ഞു അല്ലേ. അപ്പോൾ സാധാരണ എപ്പോഴും നമുക്ക് ആനുവൽ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് മാർച്ച് മാസമാണ് ഓർമ്മ വരിക. പക്ഷേ എല്ലാത്തിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങളുടെ ആനുവൽ എക്സാം തുടങ്ങുന്നത് ഈ മാസം വരെ, അതായത് ഫെബ്രുവരിയിൽ തന്നെയാണ്. യെസ്, അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. നമുക്കിനി വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തൊന്ന് പഠിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സാമിൻ്റെ ടൈം ടേബിൾ നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ പരീക്ഷ എന്താ തുടങ്ങുന്നതെന്ന് അറിയോ? 24-ാം തീയതി, അതായത് തിങ്കളാഴ്ച. ഓക്കെ, 24-ാം തീയതി തിങ്കളാഴ്ചയാണ് നിങ്ങളുടെ എക്സാം തുടങ്ങുന്നത്. അന്ന് നിങ്ങൾക്ക് 2 പരീക്ഷ ഉണ്ടായിരിക്കും, രാവിലെയും ഉച്ചയ്ക്കും. അപ്പോൾ രാവിലത്തെ എക്സാം എന്ന് പറയുമ്പോൾ 10 തൊട്ട് 11:45 വരെ നിങ്ങളുടെ ഇംഗ്ലീഷും, അത് കഴിഞ്ഞ് 1:30 തൊട്ട് 3:15 വരെ നിങ്ങളുടെ ഒന്നാമത്തെ പേപ്പർ അല്ലേ, നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ്. ഓക്കെ, അതായിരിക്കും ഉണ്ടായിരിക്കുക. യെസ്, അത് കഴിഞ്ഞ് 25-ാം തീയതി, ഓക്കെ, നിങ്ങൾക്ക് ഗ്യാപ്പില്ല, തൊട്ടടുത്ത ദിവസം തന്നെയാണ്, ഗ്യാപ്പില്ല. 25-ാം തീയതി ചൊവ്വാഴ്ച തന്നെ വീണ്ടും നിങ്ങൾക്ക് 2 പരീക്ഷയാണ്. ആദ്യം, അതായത് രാവിലെ 10 തൊട്ട് 11:45 വരെ ഹിന്ദിയും, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 1:30 തൊട്ട് 3:15 വരെ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജും, പേപ്പർ 2. ഓക്കെ, പേപ്പർ 2 ആയിരിക്കും ഉണ്ടായിരിക്കുക, ലാംഗ്വേജ്. യെസ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജിൻ്റെ പരീക്ഷയൊക്കെ സത്യം പറഞ്ഞാൽ ഈ 2 ദിവസം കൊണ്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് ഇനി ബാക്കി സബ്ജക്റ്റൊക്കെ അത് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം. 27-ാം തീയതി ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഈ എക്സാം കഴിഞ്ഞ് ഒരു ദിവസം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ആണ്, വർക്ക് എക്സ്പീരിയൻസിൻ്റെ ആയിരിക്കും. അതും കഴിഞ്ഞ് 28-ാം തീയതി, അതായത് ഫ്രൈഡേ, ഓക്കെ, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 തൊട്ട്, വെള്ളിയാഴ്ച ആയതുകൊണ്ട് 2 മണിക്കായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. അന്നാണ് നിങ്ങളുടെ ബേസിക് സയൻസിൻ്റെ, യെസ്, നമ്മുടെ ബേസിക് സയൻസിൻ്റെ എക്സാം എന്നാണ് ഈ പറയുന്ന 28-ാം തീയതി. അപ്പോൾ ഫെബ്രുവരിയിൽ നമ്മുടെ എന്ത് കഴിഞ്ഞു? ബേസിക് സയൻസിൻ്റെ എക്സാം എന്തായാലും കഴിഞ്ഞു. പിന്നെ മക്കളെ, നിങ്ങൾക്ക് 2 എക്സാമും കൂടിയല്ലേ ബാക്കിയുള്ളത്. ഈ 2 എപ്പോഴാണ്? അടുത്ത മാസം മാർച്ചിലാണ്. അപ്പോൾ ശരിക്കും ആ 2 പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. 6-ാം തീയതി, അതായത് നമ്മുടെ ഫെബ്രുവരി കഴിഞ്ഞ് പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ട്, ഓക്കെ, 6-ാം തീയതി വ്യാഴാഴ്ചയാണ് നിങ്ങളുടെ മാത്സിൻ്റെ എക്സാം ഉണ്ടായിരിക്കുക, മാത്സ് എക്സാം വരുന്നത്. അതും കഴിഞ്ഞ് 20-ാം തീയതി പിന്നെ നിങ്ങൾക്ക് 2 ആഴ്ച, ശരിക്കും പറഞ്ഞൊരു വെക്കേഷൻ പോലെ തന്നെ, പക്ഷേ അത് ഫുൾ വെക്കേഷൻ ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത്. എന്താണ്, 2 ആഴ്ചയുണ്ട് എന്ത് പഠിക്കാനായിട്ട്? നിങ്ങളുടെ സോഷ്യൽ സയൻസ് അത്യാവശ്യം നിങ്ങൾക്ക് പഠിക്കാനില്ലേ? സാമൂഹ്യ ശാസ്ത്രം നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ 2 ആഴ്ച റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പഠിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ നിങ്ങൾക്ക് പഠിക്കാൻ അപ്പം സമയമുണ്ട്, ആ സമയത്ത് പഠിച്ചാൽ മതി. ഈ പറയുന്ന പോലെ മാത്സിനും നിങ്ങൾക്ക് മാർച്ചിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഒഴിവാണ്, 5 ദിവസം ഒഴിവാണ്, അപ്പോൾ പഠിക്കാൻ സമയമുണ്ട്. ബാക്കി ഇനി വരുന്ന ദിവസങ്ങൾ നിങ്ങൾ കൂടുതൽ ഇത്രയും, അതായത് നിങ്ങളുടെ ലാംഗ്വേജസും അതുപോലെ തന്നെ നമ്മുടെ അടിസ്ഥാന ശാസ്ത്രവും ബേസിക് സയൻസും ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ കുറച്ചും കൂടി സമയം കണ്ടെത്താം. യെസ്, അപ്പോൾ സംഭവം 24-ാം തീയതി എക്സാം തുടങ്ങിയാലും കഴിയുന്നത് എന്നാ അടുത്ത മാസം 20-ാം തീയതിയാണ്. കാരണം നിങ്ങൾക്ക് കുറച്ച് ഗ്യാപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ മാസത്തെ പരീക്ഷയ്ക്ക് അധികം ഗ്യാപ്പ് ഉണ്ടായിരിക്കില്ല. അടുത്ത മാസത്തെ 2 എക്സാമിനായിരിക്കും കുറച്ച് ഗ്യാപ്പ് ഒക്കെ ഇട്ട് ഉണ്ടായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യണം, ഇത് പഠിക്കണം, വൃത്തിയായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ടെൻഷനൊന്നും വേണ്ട. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ഏകൻ്റെ ചാനലിൽ എന്തുണ്ടായിരിക്കും, നിങ്ങൾക്ക് വേണ്ട കോണ്ടന്റ് വീഡിയോസ് ഉണ്ടായിരിക്കും, ഷോർട്സ് ഉണ്ടായിരിക്കും, ലൈവുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മിസ് ചെയ്യാതെ കാണണം. ലൈവിലേക്കൊക്കെ കൃത്യമായിട്ട് വരിക. നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത് വരെയുള്ള നിങ്ങളുടെ ലൈവും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കും. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക, ഇങ്ങനെയാണ് ടൈം ടേബിളൊക്കെ വന്നു, നമ്മൾ സീരിയസ് ആവണം, നമ്മൾ പഠിക്കണം എന്നൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. എന്താണ്, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം പരീക്ഷ ആയതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഒരുപാട് വീഡിയോസ് വരും, ഒരുപാട് ഷോർട്സ് വരും. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തണ്ടേ. അപ്പോൾ എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.